എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമേരിക്ക ഒരുപക്ഷെ ഒരു കാലത്ത് സോവിയറ്റ് യൂണിയനെയോ അല്ലെങ്കിൽ റഷ്യയോ ഭയപ്പെട്ടിരുന്നതിൽ കൂടുതലും ഇന്ന് ഇന്ത്യയെ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും വളരെ ശക്തമായി നടത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ഡ്രിഫ്റ്റ് മുതലാക്കിയിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ചൈന വളരെ സീരിയസ് ആയിട്ട് പദ്ധതിയിടുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര ഡിഫൻസ് അനാലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യൻ സമുദ്ര അതിർത്തികളിൽ ചൈന ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നു. ഇത് അധികകാലം താമസിക്കാതെ നടപ്പിലാക്കാനാണ് അവരുടെ പ്ലാൻ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ കുറേ ഗവേഷണ കപ്പലുകൾ തമ്പടിച്ചിട്ടുണ്ട്. ആ കപ്പലുകളിൽ ഗവേഷണം മാത്രമല്ല ഉദ്ദേശം, അതിലപ്പുറം എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഒട്ടും പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെ ഇന്ത്യ ഇന്ന് സുശക്തമാണ്. ഇതിലും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ചൈനയുടെ പുതിയ ഹാങ്ഓവർ ക്ലാസ് സബ്മറീനുകൾ, അതിലൊന്ന് ചൈന പാകിസ്ഥാന് കൊടുത്തു, അടുത്തിടെ കമ്മീഷൻ ചെയ്തിരുന്നു. ഇന്ത്യ അതിനെക്കുറിച്ച് പ്രസ്താവനകളൊന്നും നടത്തിയില്ല. അതിന് പകരം ഇന്ത്യ ചെയ്തത് ഒരു ആൻറ്റി സബ്മറീൻ വെപ്പൺ, ഏറ്റവും ആധുനികമായ ഒരു ആൻറ്റി സബ്മറീൻ വെപ്പൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത്. അതുപോലെ തന്നെ ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം മാറാൻ പോവുകയാണ്. മിസൈലുകളും റോക്കറ്റുകളും എന്നതുപോലെ തന്നെ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്നൊരു കോൺസെപ്റ്റ് അന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ബീംസ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ മൈക്രോവേവ് ബീംസ് ഉപയോഗിച്ചിട്ടും ശത്രുക്കളുടെ അകത്തേക്ക് വരുന്ന വിമാനങ്ങളെയും അല്ലെ പറക്കുന്ന വസ്തുക്കളെ നശിപ്പിക്കുക. ഇത് അതുപോലെ കരയിലുള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കാനായിട്ട് ഉള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ നേവി കഴിഞ്ഞയാഴ്ച 2 കിലോവാട്ട് പവറുള്ള ഒരു DEW ഡയറക്റ്റഡ് എനർജി വെപ്പൺ പരീക്ഷിച്ചു. അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. DRDO ഉടനെ തന്നെ 10 കിലോവാട്ട് ശേഷിയുള്ള ഒരു DEW പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുകൂടാതെ 50 മുതൽ 100 കിലോവാട്ട് വരെ ശേഷിയുള്ള DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതും അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ആ ഒരു മേഖലയിലും ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വളരെ സുശക്തമായ ഒരു ശക്തിയായിട്ട് മാറും എന്നുള്ള ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞയിടെ വാർത്തയിലുണ്ടായിരുന്ന മറ്റൊരു സംഭവമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സുശക്തമായ നോൺ ന്യൂക്ലിയർ സ്ഫോടക വസ്തു വികസിപ്പിച്ചു. നോൺ ന്യൂക്ലിയർ സ്ഫോടക വസ്തു എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാവുന്നത് ഒന്ന് TNT ആണ്. TNT എന്ന് പറഞ്ഞാൽ ട്രൈ നൈട്രോ ടോളിവൻ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്ഫോടക വസ്തുവിൻ്റെ സ്ഫോടക ശേഷിയെ അളക്കുന്ന ഒരു മാനദണ്ഡം തന്നെ TNT ആണ്. ഇന്ത്യ വികസിപ്പിച്ച പുതിയ സ്ഫോടക വസ്തു അത് 2.1 TNT കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ന്യൂക്ലിയർ കേപ്പബിൾ മിസൈലാണ്. പക്ഷേ നോൺ ന്യൂക്ലിയർ കൺവെൻഷണൽ വെപ്പണായിട്ട് അതിലുപയോഗിക്കുന്ന സ്ഫോടക വസ്തു 1.5 TNT ശേഷിയുള്ളതാണ്. ലോകമെമ്പാടുമുള്ള നോൺ ന്യൂക്ലിയർ സ്ഫോടക വസ്തുക്കളുടെ ആവറേജ് TNT എന്ന് പറയുന്നത് 1.25 മുതൽ 1.3 വരെയാണ്. അവിടെയാണ് ഇന്ത്യ 2.1 TNT ശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു എടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സ്ഫോടന ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ചുവടുവയ്പ്പാണ്. ഇത് മറ്റാർക്കും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു അച്ചീവ്മെൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ അതിവേഗം കുതിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് DRDOയുടെ തന്നെ പുതിയൊരു പ്രൊജക്റ്റായിട്ടുള്ള കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെയുള്ള ഒരു കവചമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് റഷ്യയുടെ ലോകത്തിലെ ഏറ്റവും അത്യന്താധുനികമായ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമുക്ക് കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ പർച്ചേസിൽ നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലും നമുക്ക് കവചം ആവശ്യമാണ്. അതുപോലെ ഇന്ത്യൻ നേവിക്കും ആ ഒരു കവചം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഷ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇന്ത്യയുടെ അയൺ ഡോം എന്ന പേരിൽ തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മൾ കുറച്ചു കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആയുധ ഡീലാണ് MQ-9B പ്രെഡേറ്റർ ഡ്രോണുകൾ. അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള പ്രെഡേറ്റർ ഡ്രോണുകൾ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ ഡീലും ഏകദേശം ഫൈനലൈസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും നമുക്കത് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ
അതിൽ ഘടിപ്പിക്കാനുള്ള പ്രൊവിഷൻ കൂടി വേണം. നമ്മൾ ഒരുപാട് ഇപ്പോൾ സുഖോയ് 30-ലുമൊക്കെ ബ്രഹ്മോസൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് പോലെ നമ്മളിവിടെ ലോക്കലി വികസിപ്പിച്ചിട്ടുള്ള ആയുധങ്ങൾ കൂടെ അതിലേക്ക് ഘടിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൽ ഒറിജിനലി ഫിറ്റ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ സഹിതം ഈ MQ-9B പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങാം എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ അർജൻറ്റായിട്ട് ഇന്ത്യ ഇതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പിൽ ഒരു കാരണമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൂടാതെ ഇന്ത്യ ഏകദേശം ഫൈനലൈസ് ചെയ്ത മറ്റൊരു ഡീലായിരുന്നു റഫാൽ എന്ന് പറയുന്നത്, അതായത് റഫാൽ മാരിടൈം. നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടിയിട്ട് 26 റഫാൽ മാരിടൈം വാങ്ങാൻ നമ്മൾ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏസർ റഡാറിൻ്റെ ഇൻകോർപ്പറേഷനും കുറച്ച് വൈകിയാലും സാരമില്ല, നമുക്ക് അതെങ്ങനെയാണോ ഇരിക്കുന്നത് ഓഫ് ദ ഷെൽഫ് രൂപത്തിൽ നമുക്ക് ഈ റഫാൽ വിമാനങ്ങൾ വാങ്ങാനും നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു 6 വർഷത്തെ ടാർഗറ്റ്, അതായത് 2030 24 പുതിയ സബ്മറീനുകൾ നിർമ്മിക്കാനും ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു. 24 പുതിയ സബ്മറീനുകളിൽ 6 ആണവ സബ്മറീനുകളും ബാക്കി 18 പരമ്പരാഗതമായ സബ്മറീനുകളും എന്ന് പറഞ്ഞാൽ നോൺ ന്യൂക്ലിയർ സബ്മറീൻസുമാണ് നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പണികളും എത്രയും പെട്ടെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇന്ത്യ ഇതിനോടകം തന്നെ ഫ്രാൻസിൽ നിന്ന് 6 ഡീസൽ ഇലക്ട്രിക് സ്കോർപിയൻ സബ്മറീനുകൾ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ ഒരു 3 കൂടെ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെയും നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദോസ് ഹു റൂൾ ദ സീ വിൽ റൂൾ ദ വേൾഡ് എന്നൊരു പറച്ചിലുണ്ടല്ലോ. സമുദ്രത്തെ ഭരിക്കുന്നവൻ ലോകം ഭരിക്കുമെന്ന്. നമ്മൾ ഒട്ടും പുറകോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് 7 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളും പെട്രോൾ ബോട്ടുകളും അതുപോലെ യൂട്ടിലിറ്റി വിമാനങ്ങളും എയർ ഡിഫൻസ് റഡാറുകളും നമ്മൾ വാങ്ങാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതുകൂടാതെ നേവിക്ക് മാത്രം പോരല്ലോ, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് 1770 അത്യന്താധുനിക യുദ്ധ ടാങ്കുകൾ വാങ്ങുക, ഇതിനും ഓൾറെഡി നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാവികസേന 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള 220 ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായിട്ട് ഓർഡർ നൽകി കഴിഞ്ഞു. എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകൾ 220 വാങ്ങാൻ ഇന്ത്യൻ നാവികസേന ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതിലേറെ അഭിമാനമുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത ചൈനീസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഇന്ത്യക്ക് ബ്രഹ്മോസ് മിസൈലുകൾ മാത്രമായിട്ട് ഏറ്റവും കുറഞ്ഞത് 14,000 ഇന്ത്യയുടെ കൈവശമുണ്ട് എന്ന് ചൈനീസ് മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡിഫൻസ് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, സമീപകാലത്ത് നമ്മൾ INS അരിഘത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പുതിയ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു ആണവ സബ്മറീൻ നമ്മൾ കമ്മീഷൻ ചെയ്തിരുന്നു ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ. സാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ മാനദണ്ഡം ഇത് സ്ഥാപിക്കുന്നു എന്നാണ് പാശ്ചാത്യ ഡിഫൻസ് അനാലിസ്റ്റുകൾ പോലും പറയുന്നത്. INS അരിഘത്ത് കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും മുന്നോട്ടുള്ള ടെക്നോളജിയാണ് എന്നും അവർ തന്നെ പറയുന്നുണ്ട്. അതും കൂടാതെ ഇന്ത്യ 3ാമത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള മറ്റൊരു ആണവ സബ്മറീൻ അരിധമാൻ 6 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ആകുമ്പോഴത്തേനും ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾ വളരെ സുശക്തമായ ഒരു ഫോഴ്സായിട്ട് മാറുകയാണ്. ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഏകദേശം പരിഗണിക്കാനുള്ള അവസാനത്തെ സ്റ്റേജിലാണ്. അവരുടെ ഒരു വലിയ ടീം തന്നെ ഡൽഹിയിൽ വരികയും ചർച്ച ചെയ്ത് നടത്തിപ്പോവുകയും ചെയ്തിരുന്നു. അത് സമീപകാലത്തുണ്ടായ മറ്റൊരു ഡെവലപ്മെൻറ്റാണ്. 2047 വരെയുള്ള പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായിട്ടൊരു റോഡ് മാപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൊറൈസൺ 2047 എന്ന പേരിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ട് ഇന്ത്യയുടെ സബ്മറീൻ ഫ്ലീറ്റുകളും അതുപോലെ അതിൻ്റെ ശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് മഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ അടുത്ത കാലത്ത് മിസൈൽ ടെക്നോളജിയിലും നമ്മളൊരു വലിയ കുതിപ്പ് നടത്തിയിട്ടുണ്ട്. അഗ്നി 4ൻ്റെ പുതിയൊരു പരീക്ഷണം, കൂടുതൽ എൻഹാൻസ്മെൻറ്റ് ഉള്ള ഒരു പരീക്ഷണം, അഗ്നി 5ൻ്റെ MIRV ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണം. MIRV ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വാർ ഹെഡ്സ് വഹിച്ചുകൊണ്ടുപോയി മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ നശിപ്പിക്കാനുള്ള ഒരു ടെക്നോളജിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അതുപോലെ തന്നെ MIRV ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള K5 മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് അതിന് പറയുക. അതൊരു തരം സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉള്ള മിസൈലാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. ഇത് നമ്മൾ വിജയകരമായി പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷിക്കാനും അഭിമാനിക്കാനുമുള്ള ഒരു കാര്യം, ഈ ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാം ഞാനിവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഇനി ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും.
അതുപോലെ തന്ത്രപരമായ നടപടികളും ഉപയോഗിച്ച് ഇന്ത്യൻ സായുധ സേന രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ നന്നായി സജ്ജമാണ്. അതിലാർക്കും ഒരു സംശയവും വേണ്ട. ഇന്ത്യയുടെ പ്രതിരോധ പുരോഗതികളെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യാനും അതുപോലെ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.